മലയാള സിനിമയ്ക്ക് ഒരു ചിരിമുഖമുണ്ട്. കുറച്ചു വർഷങ്ങളായി ആ മുഖം മലയാള സിനിമയും പ്രേക്ഷകരുമൊക്കെ ഒരുപോലെ മിസ് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, മലയാളത്തിന്റെ നിത്യഹാസ്യ യൗവനം ജഗതി ശ്രീകുമാർ, സിനിമാ പ്രവർത്തകരുടെ സ്വന്തം അമ്പിളിച്ചേട്ടൻ. ആ ഹാസ്യ സാമ്രാട്ടിന് ഇന്ന് 75 വയസ്സ് തികയുകയാണ്. തിരുവനന്തപുരത്തെ പേയാടുള്ള വീട്ടിൽ സന്ദർശകരോ വലിയ ആഘോഷങ്ങളോ ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. എണ്ണമറ്റ സിനിമകളും നർമ്മ മുഹൂർത്തങ്ങളും നമുക്ക് സമ്മാനിച്ച ജഗതി അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി വീൽ ചെയറിലാണ്. 2012 മാർച്ച് 10 കോഴിക്കോടിനടുത്തുണ്ടായ ഒരു വാഹനാപകടത്തെ തുടർന്ന് ജഗതിയുടെ അഭിനയ ജീവിതം നിലയ്ക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം വീൽ ചെയറിൽ തന്നെ കഴിയേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ശബ്ദവും സ്ക്രീനിലെ സാന്നിധ്യവും നിശബ്ദമാക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചിരി പാരമ്പര്യം കേരളത്തിന്റെ സാംസ്കാരിക ഓർമ്മയിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മലയാളിയുടെ തലമുറകൾ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നൂറുകണക്കിന് മറക്കാനാകാത്ത ഹാസ്യ നിമിഷങ്ങളെയാണ് മനസ്സിലേക്ക് കൊണ്ടുപോവുക. 4 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ ആയിരക്കണക്കിന് മലയാള സിനിമകളിൽ അഭിനയിച്ച ജഗതി ഹാസ്യം, ആക്ഷേപഹാസ്യം, സഹകഥാപാത്രങ്ങൾ എന്നിവയിലായി സമാനതകളില്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമാ ചരിത്രത്തിലെ പ്രഗത്ഭനും സ്വാധീന ശക്തിയുമുള്ള നടന്മാരിൽ ഒരാളായി മാറി. മലയാളത്തിൽ ഏകദേശം 1500ഓളം ചിത്രങ്ങളിലാണ് ജഗതി ശ്രീകുമാർ അഭിനയിച്ചത്. ഒരു കാലത്ത് ജഗതി ശ്രീകുമാർ ഇല്ലാത്ത മലയാള സിനിമകൾ തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ നാടകങ്ങളിലൂടെയാണ് ജഗതി കലാലോകത്തേക്ക് കിടക്കുന്നത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ നാടകാഭിനയം. 3ാം വയസ്സിൽ തന്നെ അച്ഛനും മകനും എന്ന ചിത്രത്തിൽ ശ്രീകുമാർ അഭിനയിച്ചു. അച്ഛൻ ജഗതി എനിക്ക് ആചാര്യായിരുന്നു തിരക്കഥ. തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം മദ്രാശിയിൽ കുറച്ചുകാലം മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തു. അങ്ങനെ സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ അടൂർ ഭാസിയുടെ ശിങ്കിടിപ്പയ്യന്റെ വേഷത്തിലൂടെ ശ്രദ്ധേയമായി. വെറും ഒരു കൊമേഡിയൻ എന്ന നിലയിൽ നിന്നും തന്റേതായ കഴിവുകളിലൂടെ ജഗതി മലയാള സിനിമയിലെ അതുല്യ നടനായി ഉയർന്നു. 1984 മുതൽ 90കൾ വരെ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു ജഗതി എന്ന് പറയാം. വിവിധ സിനിമകളിലെ അഭിനയത്തിന് ജഗതി ശ്രീകുമാർ 5 കേരള സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 2 സിനിമകൾക്ക് തിരക്കഥ എഴുതി. 1980കളിലാണ് ജഗതി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറാൻ തുടങ്ങിയത്. പ്രിയദർശൻ ചിത്രങ്ങളിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയതോടെ ജഗതിയും സ്ഥിരം സാന്നിധ്യമായി. പൂച്ചക്കൊരു മൂക്കുത്തി, ബോയിങ് ബോയിങ്, അരമധികം അരം സമം കിന്നരം, മഴ പെയ്യുന്നു മദ്ദളം കുട്ടുന്നു, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, താളവട്ടം, സുമിത്രം എന്നിങ്ങനെ 1980കളിലെ ഹിറ്റ് ചിത്രങ്ങളിൽ ചിലത് ജഗതി മോഹൻലാൽ കൂട്ടുകെട്ടിനും കാരണമായി. 3ാം പക്കം എന്ന ചിത്രത്തിലെ കാവല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് പ്രശംസ നേടി. അതേ വർഷം തന്നെ മമ്മൂട്ടി അഭിനയിച്ച ഒരു CBI ഡയറി കുറിപ്പിൽ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജഗതി 89, 2004, 2005, 2022 എന്നീ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ CBI സീരീസിന്റെ അടുത്ത 4 തുടർച്ചകളിൽ അതേ കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിച്ചു. പിന്നീട് അങ്ങോട്ടും നിരവധി കഥാപാത്രങ്ങൾ. ജഗതി അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളുടെയും പേരും വേഷവും മലയാളികൾക്ക് എന്നും സുപരിചിതം. 1991 കിലുക്കം, അപൂർവം, ചിലർ എന്നീ കൾട്ട് ക്ലാസിക് കോമഡി ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കിലുക്കത്തിലെ നിശ്ചൽ കുമാറിനെ എങ്ങനെ നമ്മൾ മറക്കും? ജഗതി അവതരിപ്പിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് യോധ എന്ന ചിത്രത്തിലെ അരശുമൂട്ടിൽ അപ്പുകുട്ടൻ. മലയാളത്തിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിൽ ഒന്നായി യോധ കണക്കാക്കപ്പെടുന്നു. മേലെപ്പറമ്പിൽ ആൺവീടിലെ ജയകൃഷ്ണൻ, കാബൂളിവാലയിലെ കടലാസ്, മിന്നാരത്തിലെ ഉണ്ണുണ്ണി, ഒളിമ്പിൻ അന്തോണി ആദത്തിലെ വട്ടോളി പൊറിഞ്ചു, മീശമാധവനിലെ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, നന്ദനത്തിലെ കുമ്പിടി, ചോട്ടാ മുംബൈയിലെ പടക്കം ബഷീർ, ഉദയനാണ് താരത്തിലെ പച്ചാളം ഭാസി, CID മൂസയിലെ SI പീതാംബരൻ, അങ്ങനെ മനസ്സിൽ ചിരി പടർത്തുന്ന കഥാപാത്രങ്ങൾ. കോമഡി മാത്രമല്ല, നെഗറ്റീവ് വശങ്ങളും തനിക്ക് അനായാസമെന്ന ഉറുമിയിലെ ചെനിച്ചേരിക്കുറുപ്പും, പാസഞ്ചറിലെ ഹോം മിനിസ്റ്ററും, അറബിക്കഥയിലെ KK കുഞ്ഞുണ്ണിയും, സൈക്കിളിലെ കൗസ്തുഭനും കാണിച്ചു തന്നു. 2022 മെയ് 1-ാം തീയതി റിലീസ് ചെയ്ത CBI ഫിഫ്ത്ത് ദ ബ്രെയിൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ വിക്രം എന്ന കഥാപാത്രമായി വീണ്ടും ശ്രദ്ധ നേടി. വല എന്ന പുതിയ ചിത്രത്തിൽ ഒരു മുഴുനീള വേഷത്തിൽ എത്താൻ ഒരുങ്ങുകയാണ് താരം ഇപ്പോൾ. ഷൂട്ടിംഗ് പൂർത്തിയായ ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ജഗതിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ. ഇനിയും ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിക്കാൻ പിറന്നാളുകൾ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടിന് പിറന്നാൾ ആശംസകൾ.